തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്നുണ്ട്. IOC അതിലൊന്നാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. വിദ്യാർത്ഥികൾ കലാലയത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വ്യാവസായികമായിട്ടുള്ള മേഖലയിലുള്ള സാധ്യതകളെ തിരിച്ചറിയുന്നതിനും അവരിൽ തൊഴിലാഭിമുഖ്യം വളർത്തുന്നതിനുമൊക്കെ സഹായകരമായ ഒരു പദ്ധതിയാണത്. ഏൺ വൈൽ യു ലേൺ, പഠിക്കുമ്പോൾ തന്നെ സമ്പാദിക്കുക, പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ ചെയ്യുക എന്നുള്ള ആശയം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംരംഭകത്വ താൽപര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നതിലൂടെ, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ കൂടുതൽ കർമ്മശേഷി ആർജിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്നുള്ള കേരളത്തിന്റെ പരിവർത്തനത്തിൽ വലിയ സംഭാവന ചെയ്യാൻ ഈ ഒരു പദ്ധതിക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ മേഖലയിലേക്ക് കാതലായൊരു സംഭാവനയാണ് കുട്ടികൾ നൽകിയിട്ടുള്ളത്. മാലിന്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വാഹനങ്ങളാണ് അവർ അസംബിൾ ചെയ്ത് നൽകിയിട്ടുള്ളത്. ഒരു വൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളീയ സമൂഹം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അതുപോലെ അടിസ്ഥാന മേഖലകളായിട്ടുള്ള കൃഷി, വ്യവസായം, മാലിന്യ സംസ്കരണം, ആരോഗ്യം ഇത്യാദി മേഖലകളിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, സർവീസുകൾ, പ്രക്രിയകൾ ഒക്കെ വികസിപ്പിക്കാനായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സാധ്യതകൾ പ്രയോജനപ്പെടണം എന്നുള്ളതാണ്. അതെല്ലാം ഈ IOCയിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരു കുട്ടി ഒരു സംരംഭം തുടങ്ങുമ്പോൾ സമപ്രായക്കാർക്കും സഹപാഠികൾക്കും എല്ലാം തൊഴിൽ നൽകാൻ അയാൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വലിയ രീതിയിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്നവേറ്റീവായിട്ടുള്ള നൂതനമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള സമീപനത്തോടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പൊതുവിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ അടുത്ത ഭാവിയിൽ തന്നെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ അടക്കം ക്യാമ്പസുകളിൽ തന്നെ സജ്ജീകരിക്കാവുന്ന വിധത്തിൽ മിനി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ എന്നുള്ള ആശയവും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. IOC ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വളരെ വേഗതയിൽ ഏറ്റവും സമർത്ഥമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പ്രതീക്ഷിക്കുന്നത്. 4 വർഷ ബിരുദ കോഴ്സുകൾ അടുത്ത വർഷത്തോടുകൂടി ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട സർക്കാർ ആലോചനകളൊക്കെ നടന്നിട്ടുണ്ട്. വളരെ വിശദമായ ആലോചനകൾ തന്നെ നടന്നിട്ടുണ്ട്. ഒരുപാട് വർക്ക്ഷോപ്സ് സംസ്ഥാന തലത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ചു ചേർത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഞാനും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ മറ്റ് ഭാരവാഹികളും പങ്കെടുത്തുകൊണ്ടുള്ള വിശദമായ വർക്ക്ഷോപ്പുകൾ നടന്നിട്ടുണ്ട്. എല്ലാ ക്യാമ്പസുകളിലും നേരിട്ട് പങ്കെടുത്തുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ച് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാനും ഒക്കെ ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് താഴെതലം വരെ അധ്യാപക പരിശീലനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സിലബസ്, ഈ പുതിയ കരിക്കുലം റിവിഷൻ നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനായിട്ടൊരു കരിക്കുലം കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. കരിക്കുലം കമ്മിറ്റി വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ആലോചനകൾ നടത്തുകയും കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വിഷയങ്ങളുടെ സിലബസുകൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച വർക്ക്ഷോപ്പുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എല്ലാ കോളേജ് തലം വരെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ടൈം ഫ്രെയിം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത അക്കാദമിക് വർഷമാകുമ്പോഴേക്കും എല്ലാവിധ പ്രിപ്പറേഷനോട് കൂടി തന്നെ നമുക്ക് ഒരു സമഗ്ര മാറ്റത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. സ്കിൽ കോഴ്സുകൾക്കടക്കം ക്രെഡിറ്റ് കൊടുക്കാവുന്ന രീതിയിലാണ് ആ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ കോഴ്സിന് ക്രെഡിറ്റ് നൽകുകയും സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്.
അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളിപ്പോ പറയുമ്പോൾ കേൾക്കുകയാണ്. എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയല്ലേ ഉചിതം.